വിദ്യാഭ്യാസവും സേവനവും സമന്വയമായി നടത്തുന്ന മജ്ലിസ് തൗഹീദ് സേവന കേന്ദ്രം പൂവാട്ടുപറമ്പിൽ പുതുതായി നിർമ്മിക്കുന്ന ബാഫയ്ക്ക് തങ്ങൾ സ്നേഹഭവനം പ്രവൃത്തിക്ക് തുടക്കമായി. പ്രവൃത്തി ഉദ്ഘാടനം ഹമീദ് അലി തങ്ങൾ നിർവഹിച്ചു. വിദ്യാഭ്യാസ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന മജ്ലിസ് തൗഹീദ് സേവന കേന്ദ്രം പൂവാട്ടുപറമ്പിൽ പുതുതായി നിർമ്മിക്കുന്ന ബാഫയ്ക്ക് തങ്ങൾ സ്നേഹഭവനത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഹമീദ് അലി തങ്ങൾ നിർവഹിച്ചത്. ജീവിതത്തിൽ അത്താണിയില്ലാത്തവർക്ക് അഭയം നൽകുക, നിരാലംബരെ സംരക്ഷിക്കുക, കുടുംബ തർക്കങ്ങളിൽ മുന്നോട്ടുള്ള പ്രയാണം തടയപ്പെടുന്നവർക്ക് താൽക്കാലിക ആശ്വാസമെന്ന നിലയിൽ തണലേകുക, മയക്കുമരുന്ന് വിമുക്തരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചികിത്സാനന്തരമുള്ള ജീവിത രീതി ക്രമപ്പെടുത്തുക തുടങ്ങി ഒട്ടേറെ സമൂഹത്തിനാവശ്യമായ പദ്ധതികളാണ് മജ്ലിസ് ബാഫയ്ക്ക് തങ്ങൾ സ്നേഹഭവൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഇസ്ലാമിക് ആൻഡ് ആർട്സ്, ഇസ്ലാമിക് അക്കാദമി, ഖുർആൻ ഹിഫ്ള് സ്കൂൾ, വയോജന പഠിതാ കേന്ദ്രം തുടങ്ങി വിദ്യാഭ്യാസ സംരംഭങ്ങളും കുടുംബ തർക്ക പരിഹാരവേദിയും ലഹരി നിവാരണ പദ്ധതികളും സെൻറ്റർ ഫോർ മോഡൽ മാരേജും മറ്റ് ആശ്വാസ പദ്ധതികളും മജ്ലിസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചടങ്ങിൽ കെ മൂസ മൗലവി, ഡോക്ടർ ഖാസിമുൽ ഖാസിമി, എം ഉമർ ഹാജി, ടി പി ചെറുപ്പ, കരിപ്പാൽ അബ്ദുറഹ്മാൻ ഹാജി, നാസർ ഖാൻ, അബ്ദുറഹ്മാൻ ഹാജി, പി പി സാബിർ ഖാസിമി, ഷാവുൽ അമീദ് ഫൈസി, സുബൈർ നെല്ലുളി, ഫൈസൽ പെരുവയൽ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സീതിക്കുട്ടി, മുനീർ, മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മളെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശൈഥില്യമായ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കുടുംബ തർക്ക പരിഹാര വേദി എന്ന സംവിധാനം മജ്ലിസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10-30 അഡ്വക്കറ്റുമാർ, വക്കീലന്മാരുടെ നേതൃത്വത്തിൽ നിരവധി കൗൺസിലേഴ്സും അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു സമിതിയാണത്. എന്നാൽ ഇവിടെ നമ്മൾ ഈ അത്താണിയില്ലാത്ത അഭയം മൂലം നമ്മൾ പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. പലപ്പോഴും കുടുംബത്തിൽ നിന്ന് ദമ്പതിമാർക്ക് വിട്ടുനിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ നിരീക്ഷണത്തിൽ അത്തരത്തിലുള്ള ആളുകളെ ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ട് അവരെ ഒരു നല്ല വഴിയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരു സംവിധാനം കൂടി ഈ അത്താണിയില്ല അഭയം എന്നുള്ള പദ്ധതിയിലൂടെ നൽകപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മാവൂർ.